അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി നമുക്ക് ഖുർആൻ അകമ്പൊരുളിലേക്ക് പോകാം. അവിടെ 102 സൂറത്ത് ബഖറ 102 ആയത്തിൽ നമ്മൾ അകമ്പൊരുളുകാരൻ വരുത്തിയിട്ട കൈക്രിയ എന്താണെന്ന് പരിശോധിക്കാം. 102 ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വത്തബഉ മാ തത്ലുശ് ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാന്റെ ആധിപത്യത്തെക്കുറിച്ച് പിശാചുക്കൾ ചൊല്ലിക്കൊടുത്തത് അവർ പിൻപറ്റി. ഒമാ കഫറ സുലൈമാനു, സുലൈമാൻ നിഷേധിയായിരുന്നിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറു, പിശാചുക്കളാണ് നിഷേധികളായത്. അവർ എന്താണ് ചെയ്തിരുന്നത്? യുഅല്ലിമൂന നാസ സിഹർ, അവർ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിക്കുമായിരുന്നു. വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത വ മാറൂത്ത്, ബാബിലോണിലെ 2 മലക്കുകൾക്ക് അല്ലെങ്കിൽ ദൂതന്മാർക്ക്, മലക്ക് എന്ന അറബി പദത്തിനർത്ഥം ദൂതൻ എന്നാണ്. അപ്പോൾ ബാബിലോണിലെ 2 മലക്കുകൾക്ക്, അതായത് ഹാറൂത്ത് മാറൂത്തിന് ഇറക്കപ്പെട്ടിട്ടുള്ളതും അവർ ജനങ്ങളെ പഠിപ്പിച്ചു എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത വ മാറൂത്ത് എന്നതിലെ മാ അത് നിഷേധത്തിനുള്ളതാണ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതൊരു വാദത്തെ ഗണ്ണിക്കാണ്. ഇവർ പിശാചുക്കൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്ന് സിഹിറാണ്, രണ്ടാമത്തത് ബാബിലോണിലെ 2 മലക്കുകൾക്ക് ഇറക്കിക്കൊടുത്തതുമാണ് എന്ന വാദമനുസരിച്ചാണ് വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന നാസ സിഹറ വമാ ഉൻസില അലൽ മലക്കൈനി ബാബില ഹാറൂത്ത് വ മാറൂത്ത്, അവർ ജനങ്ങൾക്ക് സിഹറും ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകൾക്ക് അവതരിപ്പിച്ചതും പഠിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നത്. ഇനി മാ ഉൻസില അലൽ മലക്കൈനി എന്നുള്ളത് മാ അതിന് നിഷേധത്തിൻ്റെ അടയാളമായിട്ട് കാണുമ്പോൾ ആ വാദഗതിയെ നിരാകരിക്കലാവും. അത് ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകൾക്ക് അങ്ങനെ ഒന്നും ഇറക്കപ്പെട്ടിട്ടില്ല എന്നാണ് വരിക. ഈ 2 അർത്ഥകൽപ്പനകളും പൗരാണിക മുഫസ്സിറുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ അകമ്പൊരുളുകാരൻ പറയുന്നത് എന്താണ്? അതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. പിശാചുക്കളാണ് നിഷേധികൾ. വലാകിന്ന ശയാത്തീന കഫറു, പിശാചുക്കളാണ് നിഷേധികൾ. യുഅല്ലിമൂന നാസ സിഹറ, അവരാണ് ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് അഥവാ ബാബിലോണിയായിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 ആളുകൾക്ക് ആഭിചാരം പഠിപ്പിക്കുന്നത്. ഇവിടെ മലക്കൈനി എന്നതിന് മലിക്കൈനി എന്നൊരു ഖിറാഅത്ത് കൂടി ഉണ്ട്. ഇവിടെ 2 ആളുകൾ എന്ന് പറഞ്ഞതിൽ വല്ലാത്ത അഭിപ്രായവ്യത്യാസത്തിൻ്റെ ഒന്നും പോകേണ്ടതില്ല. എന്നാൽ ഇദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ള സംഗതി ഈ പിശാചുക്കളാണ് നിഷേധികൾ, അവരാണ് ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അഥവാ ബാബിലോണിയായിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 ആളുകൾക്ക് ആഭിചാരം പഠിപ്പിക്കുന്നത്. ഇത് ഖുർആനിൻ്റെ ഈ ഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ അർത്ഥകൽപ്പന. അങ്ങനെയാണ് അർത്ഥം പറയേണ്ടിയിരുന്നതെങ്കിൽ അവിടെ യുഅല്ലിമൂന നാസ സിഹർ അൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത് വ മാറൂത്ത് എന്നേ പറയുമായിരുന്നുള്ളൂ. അവിടെ ഒമാ ഉൻസില അല എന്ന ആ ഭാഗം വെട്ടിക്കളയണമായിരുന്നു. അങ്ങനെ ഖുർആനിന് വെട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ഖുർആൻ പറയണത് അല്ല, അതിന് അനുയോജ്യമായിട്ടുള്ള അർത്ഥമല്ല അകമ്പൊരുളുകാരൻ പറയുന്നത്. അദ്ദേഹം അവിടെ അർത്ഥം പറഞ്ഞപ്പോൾ ഒമാ ഉൻസില അല എന്നുള്ളത് വെട്ടി.
എന്നിട്ട് അന്നാസ് എന്നതിൻ്റെ ഉദ്ദേശമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ടാളുകൾക്ക് പഠിപ്പിക്കുന്നു എന്നാണ് അകമ്പൊരുളുകാരൻ പറയണത്. പക്ഷെ ഖുർആനിലുള്ളത് പിശാചുക്കൾ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിക്കുന്നു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് മാറൂത്ത്, ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ടാളുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതും പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന ഭാഗം അദ്ദേഹം വെട്ടിയിട്ട് അവിടെ അന്നാസി എന്നതിൻ്റെ വിശദീകരണമായിട്ട് അൽ മലക്കൈനി എന്ന് പറഞ്ഞ മട്ടിലാണ് അകമ്പൊരുളുകാരന് വേറെ അർത്ഥം കൊടുക്കുന്നത്. ഇത് ഖുർആനിൻ്റെ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളെ ഇത് ഖുർആൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് വെട്ടിക്കളയുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വെട്ടലും തിരുത്തലും ഒക്കെ നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അകമ്പൊരുളുകാരൻ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. കാരണം തനിക്ക് തോന്നിയത് എന്താണോ അത് ഖുർആനിൽ അർത്ഥമായിട്ടോ വിശദീകരണമായിട്ടോ ഒക്കെ പറയാം. യഥാർത്ഥത്തിൽ എന്താണോ ഖുർആൻ പറയുന്നത് അതും ഖുർആനിലുള്ള വാക്കുകൾ പോലും കത്രിച്ചുകൊണ്ട് അതിനെ വികൃതമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം ഖുർആനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന മറ്റ് ചില സംഗതികളുണ്ട്. അതിലൊന്നാണ് മായവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും എന്ന സൂറത്ത് ബഖറയിലെ തന്നെ 105-ാമത്തെ ആയത്തിന് അദ്ദേഹം നൽകുന്ന അർത്ഥം. അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നവരും വേദക്കാരിലെ നന്ദി കെട്ടവരും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ എന്തിനാണ് ഈ കൃത്രിമമായിട്ടുള്ള അർത്ഥകൽപ്പന നൽകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി എന്താണ്? ചോദ്യത്തിൻ്റെ മറുപടി ഇവിടെ രണ്ട് സംഗതി അതിന് ശരിയായിട്ടുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകമ്പൊരുളുകാരൻ്റെ പൂച്ചു പുറത്താവും. അദ്ദേഹം പറയുന്നതിന് വിരുദ്ധമാണ് ഖുർആൻ എന്ന് വ്യക്തമാവും ചെയ്യും. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഖുർആൻ പറയുന്നത്? അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നവരും വേദക്കാരിലെ നന്ദി കെട്ടവരും ഇഷ്ടപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ അർത്ഥം എന്താണ്? മായവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന. അഹ്ലി കിതാബിൽ വേദക്കാരിൽപ്പെട്ട നിഷേധികൾ, അപ്പോൾ വേദക്കാരിൽപ്പെട്ട നിഷേധികളും വലൽ മുശ്രിക്കീന ശിർക്ക് ചെയ്യുന്ന ബഹുദൈവത്വം അംഗീകരിക്കുന്ന ആളുകളും യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് വല്ല നന്മയും അവതരിച്ചു കിട്ടുന്നത് അവർ ഇഷ്ടപ്പെടില്ല എന്നാണ്. അതിനെയാണ് അദ്ദേഹം പിശാചിനെ ആരാധിക്കുന്നവർ അതുപോലെ തന്നെ വേദക്കാരിലെ നന്ദി കെട്ടവർ എന്നിങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന് സൂറത്ത് ബഖറ അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലാണ്. മദീനയിൽ പ്രധാനമായിട്ട് 3 വിഭാഗം ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളിലെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ തൽക്കാലം മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പെടുത്തുകയാണ്. കാരണം അവർ ബാഹ്യമായിട്ട് ഇസ്ലാം അംഗീകരിച്ചവരാണല്ലോ. പിന്നുള്ളത് മുശ്രിക്കുകളാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അറബികൾ. മൂന്നാമത്തേത് വേദക്കാരാണ്. പിന്നെ ഇത് യഥാർത്ഥത്തിൽ മദീനയിലുള്ള ആളുകളിൽ മാത്രം പരിമിതമാവണമെന്നില്ല, മക്കയിലുള്ള ആളുകൾക്കും ഇത് ബാധകമാണ്. അതായത് മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടക്കം അള്ളാഹുവിൽ നിന്ന് നന്മ ലഭിക്കുക. നന്മ എന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഖുർആന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന വഹി ഇതൊക്കെ അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ വിജയം, ഇസ്ലാമിൻ്റെ വ്യാപ്തി, ഇതൊക്കെ അതിൽ ഉൾപ്പെടാം. അപ്പം ഇത് രണ്ട് കൂട്ടർ ഇഷ്ടപ്പെടില്ല. ഏതാ രണ്ട് കൂട്ടർ? ഒന്ന് നിഷേധികൾ, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ. ഇവിടെ യഥാർത്ഥത്തിൽ കഫറു എന്നത് കേവല നിഷേധികളുമല്ല, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ മായവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി, ഒന്ന് അഹ്ലി കിതാബിലെ നിഷേധികൾ. അഹ്ലി കിതാബിലെ നിഷേധികൾ എന്ന് പറയുന്നത് പ്രധാനമായും മദീനയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉള്ള ജൂതന്മാരാണ് ഈ നിഷേധികൾ എന്ന് പറയുന്നത്. ഇവരെ നിഷേധികൾ എന്ന് പറയുന്നതിന് പകരം നന്ദി കെട്ടവരെന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? കഫറ എന്ന അറബി പദത്തിന് നന്ദികേട് കാണിക്കുക എന്നൊരർത്ഥം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടെ ആ അർത്ഥം ഫിറ്റാവുമോ? അത് ഫിറ്റാവില്ല. കാരണം മദീനയിലെ ജൂതന്മാർ ഒരിക്കലും അവരിൽ ഒറ്റപ്പെട്ട വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ആ സമൂഹം ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരതിനെ തള്ളിപ്പറയാണ്, നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം അവർ ഇസ്ലാമിനോട് ശത്രുത പുലർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നുള്ളത് മുശ്രിക്കുകളാണ്. മദീനയിലുള്ള മുശ്രിക്കുകളും മക്കയിലുള്ള മുശ്രിക്കുകളും ഒക്കെ അതിൽ ഉൾപ്പെടും. എന്നുമല്ല, ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും. അവിടെയും ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന മുശ്രിക്കുകളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതും വ്യക്തമാണ്. കാരണം ഈ ആയത്തുകൾ ഇറങ്ങുന്ന പശ്ചാത്തലം മറ്റൊരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന രണ്ട് വിഭാഗമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വേദക്കാരിലെ നിഷേധികളാണ്. വേദക്കാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ പിന്നെ നബിൻ്റെ കൂടെ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുമാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് പിശാച്ചിനെ ആരാധിക്കുന്നവർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയേണ്ടിയിരുന്നത് എന്താണ്? മായവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ ആബിദീന അശ്ശൈത്താന അല്ലെങ്കിൽ അശ്ശയാത്തീൻ അല്ലെങ്കിൽ വലല്ലദീന യഅ്ബുദൂന ശയാത്തീൻ എന്നിങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുശ്രിക്ക് എന്ന് എവിടെയൊക്കെ പറഞ്ഞോ അതിനൊക്കെ ഖുർആനിൻ്റെ ആശയത്തിന് വിരുദ്ധമായി തൻ്റെ ഇംഗിതത്തിന്, അതായത് അകമ്പൊരുളുകാരൻ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നാട്ടിൽ നടപ്പുള്ള ഏത് ശിർക്കിനെയും അനുകൂലിക്കുകയും അള്ളാഹുവിനോട് മാത്രമല്ല മറ്റാരോട് തന്നെ പ്രാർത്ഥിച്ചാലും അവരുടെ മുമ്പിൽ കുമ്പിട്ടാലും അവയ്ക്ക് ആരാധനകൾ അർപ്പിച്ചാലും അവയോട് വിധേയത്വം പുലർത്തിയാലും ഒന്നും അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന വാദിച്ചു കൊണ്ടിരിക്കുന്ന, അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി തൻ്റെ കഴിവുകൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ അകമ്പൊരുളുകാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വലൽ മുശ്രിക്കീനാന്നുള്ളതിന് പിശാച്ചിനെ ആരാധിക്കുന്നവർ എന്നും മായവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിലെ നന്ദി കെട്ടവർ എന്നൊക്കെ അദ്ദേഹം അർത്ഥം പറയുന്നത്. നേരെ മറിച്ച് തീർത്തും നിഷേധികൾ എന്നോ അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ എന്നോ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാദം പൊളിയും. അദ്ദേഹം നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിരിക്കും ആ അർത്ഥം. അപ്പം അങ്ങനെ ഒരു അർത്ഥം പറയരുത് എന്ന് ബോധപൂർവം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ കൃത്രിമമായിട്ടുള്ള ഈ അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്നതിൽ ഒരു സംശയത്തിനും വകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പം ഇത്തരത്തിലുള്ള നിലപാട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഖുർആനിന് വാക്കുകൾക്ക് അർത്ഥം പറയുകയും അതിന് ചില വാക്കുകൾ അർത്ഥം പറയുമ്പോൾ വെട്ടിക്കളയുകയും അതുപോലെ തന്നെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനെയാണ് അദ്ദേഹം അകമ്പൊരുൾ എന്നും മാനവിക വ്യാഖ്യാനം എന്നൊക്കെ പറയുന്നത് എന്നതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്.